ഇനി എന്റെ പഞ്ചായത്ത് പോകുന്നത് തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പ്രസിഡന്റ് കെ ഉഷാദേവി ഉണ്ട്. നമസ്കാരം ശ്രീമതി കെ ഉഷാദേവി. നമസ്കാരം. കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ ഭൂപ്രകൃതി ഒരു സമതല ഭൂമിയാണ്, ഒരു കാർഷിക മേഖല കൂടിയാണ്. ആരോഗ്യ മേഖലയ്ക്കും കായിക മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് 266 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്യുന്നതെന്നാണ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കൈപ്പറമ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പേരും കർഷകരും കർഷക തൊഴിലാളികളുമാണ് ഇവിടെ ഉള്ളത്. ഒരു 266 ഹെക്ടർ സ്ഥലത്താണ് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. ഒരു 16 ഹെക്ടർ സ്ഥലത്ത് വിരിപ്പും അതുപോലെ തന്നെ 266 ഹെക്ടർ സ്ഥലത്ത് നമ്മൾ മുണ്ടകനും കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ വാഴ, കുരുമുളക്, ജാതി, തെങ്ങ്, തെങ്ങൊക്കെ ഒരു 210 ഹെക്ടർ സ്ഥലത്ത് തന്നെ തെങ്ങ് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല പച്ചക്കറികൾ ഒരു 10 ഹെക്ടറോളം സ്ഥലത്ത് നല്ല കൃഷിക്കാരുണ്ട്. ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന നല്ല കൃഷിക്കാരുണ്ട്. അപ്പൊ നമ്മള് ഇവർക്ക് വേണ്ടത്ര എല്ലാ സഹായങ്ങളും ഇപ്പോ ഇത്രയും സ്ഥലത്ത് നമ്മള് വിത്തൊക്കെ സൗജന്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ തരിശുഭൂമി തന്നെ നമ്മൾ 2 ഹെക്ടർ സ്ഥലത്ത് തരിശുഭൂമി ഉണ്ട്. അതുപോലെ തന്നെ 266 ഹെക്ടർ സ്ഥലത്തും നമ്മള് വിത്തുകൾ സൗജന്യമായിട്ട് കർഷകന് കൊടുക്കുകയാണ്. ഒരു 56-57 ലക്ഷം രൂപയ്ക്കുള്ള പദ്ധതികളാണ്, കാർഷിക പദ്ധതികളാണ് നമ്മൾ ഓരോ വർഷം വയ്ക്കുന്നത്. ഏകദേശം ഇപ്പൊ 4 വർഷത്തിനുള്ളിൽ ഒരു 2.25 കോടിയോളം രൂപ തന്നെ നമ്മള് കൃഷിക്കാർക്കായിട്ട് തന്നെ നമ്മള് വിവിധ പദ്ധതികളിലൂടെ നമ്മളത് മാറ്റിവെച്ചിട്ടുണ്ട്. നെൽകൃഷി സമഗ്ര നെൽകൃഷി വികസനം, അതേപോലെ തന്നെ നാളികേര കൃഷി, അവർക്ക് വേണ്ട സഹായം, അതിന്റെ വികസനം, പച്ചക്കറി പല രീതിയിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്നുള്ള പദ്ധതിയിൽ നമ്മൾ കുരുമുളക്, കവുങ്ങ്, അതേപോലെ തന്നെ ഓർക്കിഡ്, ഇങ്ങനെ തെങ്ങും തൈ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, അതുപോലെ തന്നെ ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകള്, തൈകള്, വാഴക്കന്ന്, ഇതൊക്കെ നമ്മൾ വിതരണം ചെയ്യാണ്. 1 കോടി വൃക്ഷത്തൈ നമ്മൾ 2 കൊല്ലം, ഒരു കൊല്ലം മുഴുവനായിട്ട് നമ്മൾ ഫലവൃക്ഷങ്ങളും മറ്റൊക്കെ വിതരണം ചെയ്യാണ്. അപ്പൊ അങ്ങനെ നല്ലൊരു സംഖ്യ നമ്മൾ കൃഷിക്കായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പലതരത്തിലുള്ള സഹായം സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ നമ്മുടെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ MLA ഇടപെട്ട് നമുക്ക് ജലസേചന സൗകര്യങ്ങള് നമ്മുടെ ഈ PCB ഒക്കെ ഇവിടെ ഉണ്ടാക്കി നല്ല ജലസേചന സൗകര്യങ്ങൾ കർഷകർക്ക് ഉണ്ടാക്കി കൊടുത്ത് ആ കൃഷിയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള സഹായം നമ്മൾ കർഷകർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഉൽപാദനം വർദ്ധിച്ചിട്ടുമുണ്ട്. കാർഷിക രംഗത്ത് നല്ല നേട്ടം കൈവരിക്കാനായിട്ട് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഈ പ്രശ്നങ്ങളൊക്കെ പഞ്ചായത്ത് ഇടപെട്ട് എത്രത്തോളമാണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കാട്ടുപന്നിയുടെ ശല്യം. അത് നമ്മള് ഒരു വാർഡില്, ഞങ്ങളുടെ 14-ാം വാർഡില് നമ്മൾ വെടിവെച്ച് ഒരു 3-4 എണ്ണത്തിനെ നമ്മൾ കൊല്ലുണ്ടായി. പക്ഷെ ഇപ്പൊ ഇത് മിക്ക വാർഡുകളിലും ഇത് പടർന്നു പിടിച്ചിരിക്കുകയാണ്. പച്ചക്കറിയും അവരുടെ എല്ലാ കൃഷി ഈ പന്നികൾ നശിപ്പിക്കുകയാണ്. അപ്പൊ കർഷകരിപ്പോ എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഇതിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. നമ്മൾ ഈ വെടിവെക്കുന്ന ആളുകളെ കൊണ്ടുവന്നാൽ തന്നെ പലപ്പോഴും അത് ഫെയിലിയർ ആയിട്ട് പോവുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ഇതിന് എന്താണ് നമുക്ക് കർഷകരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കറിയണില്ല. അവര് വലിയ കഷ്ടത്തിലാണ് കർഷകരുടെ കാര്യം. മിക്ക വാർഡുകളിലും ഇതിന്റെ ശല്യമുണ്ട്. മെമ്പർമാര് ഫോട്ടോസ് ഇടുകയാണ്, ഈ കാട്ടുപന്നിയുടെ ഫോട്ടോസ്, കൃഷി നശിപ്പിച്ചതിന്റെ ഫോട്ടോസ്. ഇവര് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വിളവെടുക്കാൻ കർഷകന് പോണ്ട, അത് കാട്ടുപന്നി എടുത്തോളൂ. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള ഒരു പരിഹാരം തന്നെ അതിന് ചെയ്യേണ്ടി വരും. ആരോഗ്യ മേഖലയ്ക്കും കായിക മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യരംഗത്ത് കായകൽപ്പ് പുരസ്കാരം, ആർദ്രം പുരസ്കാരം അടക്കം ലഭിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചത്? ഞങ്ങളുടെ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കായിക മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമാണ്, പിന്നെ കാർഷിക മേഖലയ്ക്കും. അപ്പൊ ഈ കായിക മേഖലയ്ക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കാനുണ്ടായ കാരണം, ഞങ്ങൾക്ക് വലിയ ഒരു ഗ്രൗണ്ട് ഉണ്ട്. 6.5 ഏക്കർ സ്ഥലമാണ് ഞങ്ങളുടെ കളിക്കളം. അത് എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂര് മറ്റ് പഞ്ചായത്തുകളിൽ ഒരിക്കലും ഒരു 6.5 ഏക്കർ
കളിസ്ഥലമുള്ള പഞ്ചായത്ത് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കളിച്ച് വളർന്ന നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പ്രശസ്ത താരങ്ങളായിട്ടുള്ള പല കളിക്കാരും ഈ ഗ്രൗണ്ടിൽ കളിച്ചു പോയിട്ടുള്ളവരാണ്. അങ്ങനെ വലിയൊരു പാരമ്പര്യം ഈ ഗ്രൗണ്ടിനുണ്ട്. മാത്രമല്ല ഈ 6 ഏക്കർ സ്ഥലത്തുള്ള ഈ ഗ്രൗണ്ടില് നല്ലൊരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ആ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഫ്ലോറിങ്ങിന് ഇപ്പോ നമ്മുടെ MLA സേവ്യർ ചിറ്റിലപ്പള്ളി 46 ലക്ഷം രൂപ ചെലവഴിച്ച് അതിന്റെ മേപ്പിൾ ഫ്ലോറിങ് നടത്തി അതിന്റെ പോളിഷിങ്ങും കഴിഞ്ഞു കിടക്കുകയാണ്. അതിനി ഉദ്ഘാടനം നമുക്ക് നടത്തേ വേണ്ടു. ഇനി ഇതിനോട് ചേർന്ന് തന്നെ നമ്മള് ഗ്രാമപഞ്ചായത്ത് തന്നെ 45 ലക്ഷം രൂപ വെച്ച് ഡൈനിങ് റൂമിന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി കിച്ചന്റെ നിർമ്മാണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കൂടാതെ നമുക്ക് MLA-യുടെ കളിക്കളം പദ്ധതിയില്, സർക്കാരിന്റെ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും അതേപോലെ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് 50 ലക്ഷം രൂപയും അങ്ങനെ 1 കോടി രൂപ പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ നവീകരണത്തിനായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനി മാത്രമല്ല ഈ ഒരു ഞങ്ങളുടെ ഈ ഗ്രൗണ്ട് അവിടെ നല്ലൊരു സ്റ്റേഡിയം വരണം എന്നാണ് ഞങ്ങളുടെ വലിയ ആഗ്രഹം. അതൊരു സ്വപ്ന പദ്ധതിയാണ്. അന്തർദേശീയ ദേശീയ മത്സരങ്ങളൊക്കെ നടത്താനുള്ള ഒരു വലിയ സ്റ്റേഡിയം ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. പിന്നെ ഈ കുട്ടികൾക്ക് നമ്മൾ കായിക പരിശീലനം അവിടെ നിരന്തരം അവിടെ നടക്കുന്നുണ്ട്. എല്ലാ വേനലവധിക്കും നമ്മൾ 10 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്രിക്കറ്റിലും അത്ലറ്റ്സിലും ഫുട്ബോളിലും ആർച്ചറിയിലും ഒക്കെ നമ്മളവിടെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. കായിക രംഗത്ത് ഒരുപാട് പ്രോത്സാഹനം നമ്മൾ നടത്തുന്ന ഒരു പഞ്ചായത്താണത്. യോഗ പരിശീലനം വിദ്യാർത്ഥികൾക്ക് ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് കൂടെ യോഗ നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട്. വനിതകൾക്ക് യോഗ പരിശീലനം കൊടുക്കുന്നുണ്ട്. കരാട്ടെ പരിശീലിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. അപ്പൊ നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സുമായിട്ട് വളരെ കായിക മേഖലയായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ ആരോഗ്യം സ്പോർട്സുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരവധി കായിക പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്പോർട്സ് ക്ലബ്ബുകൾ ഏകദേശം ഒരു 32-33 ക്ലബ്ബുകൾക്ക് നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ 4 വർഷം വരെ നമ്മൾ 6000 രൂപയുടെ സ്പോർട്സ് കിറ്റ് എല്ലാ വർഷവും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം അതെ ഒരു 6000 രൂപയ്ക്കുള്ള സ്പോർട്സ് കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അവർക്ക്. അപ്പൊ ഈ വക പ്രവർത്തനങ്ങള് നമ്മുടെ ഹോമിയോപ്പതി ആശുപത്രിയുടെ മുകളിലായിട്ട് ഹോള് നമ്മൾ പണിതിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ യോഗ പരിശീലനം നടക്കുന്നത്. മാത്രമല്ല വാർഡിലൊക്കെ തന്നെ യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ച് യോഗ പരിശീലിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഇൻസ്ട്രക്ടറെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള കായിക പരിശീലനം കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തില് നല്ല പരിശീലകരെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ നടത്തി വരുന്നത് എന്നതാണ് പ്രത്യേകത. പിന്നെ ആരോഗ്യ മേഖലയെ കുറിച്ചും പറയാം. ആരോഗ്യ മേഖലയില് നേരത്തെ ഈ പറഞ്ഞ അവാർഡുകളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. ആർദ്രം പുരസ്കാരം 22-23 കിട്ടി. അതേപോലെ തന്നെ നാഷണൽ ക്വാളിറ്റി അസസ്മെന്റ് സർട്ടിഫിക്കറ്റ് പുരസ്കാരം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കായകൽപ്പം അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 23-24 NQAS അത് സ്റ്റേറ്റ് ലെവലിലുള്ള അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. കൂടാതെ തന്നെ നമ്മുടെ ഹോമിയോ ആശുപത്രിക്ക് NABH അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോ ഈ വേറൊരു സവിശേഷത തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയ്ക്കും കായിക മേഖലയ്ക്കും പ്രത്യേകം ഊന്നൽ നൽകിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനടക്കം നിരവധി വികസന പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നമ്മൾ ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വർഷവും പദ്ധതികൾ നമ്മൾ വെക്കുന്നുണ്ട്. അതായത് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വനിതകൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വനിതകൾക്ക് സ്വയം തൊഴിൽ സിംഗിളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒന്നിലേറെ പേർക്ക് സംരംഭകർക്കുള്ള സംരംഭങ്ങൾ നമ്മൾ ബ്ലോക്കിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ പദ്ധതികൾ ബ്ലോക്ക് നമ്മുടെ പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മള് സ്വയം സംരംഭ പദ്ധതികൾ സിംഗിളായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വഴി കുറെ പേർക്ക് തന്നെ ഇവിടെ ഒരു സ്വയം സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മള് ആട് വളർത്തല്, വനിതകൾക്ക് നമ്മൾ ആട് വളർത്തല് അവർക്കൊരു വരുമാനം ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പോത്തുംകുട്ടിയെ വളർത്തല് അത് വനിതകളുടെ പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്നതാണ്. പശു വളർത്തല് വനിതകളുടെ പദ്ധതിയായിട്ട് നമ്മൾ വെക്കുന്നതാണ്. മുട്ടക്കോഴി വിതരണം നമ്മൾ കഴിഞ്ഞ 3 വർഷം നമ്മൾ മുട്ടക്കോഴി വിതരണം ചെയ്യണ്ടായി. ഒരു 5 പെടക്കോഴിയും ഒരു ചാത്തനുമായിട്ടുള്ള ഒരു സെറ്റ് കോഴികളെ നമ്മൾ ഒരു 3 വർഷം അടുപ്പിച്ച് നമ്മൾ വിതരണം ചെയ്യണ്ടായി. അതുപോലെ തന്നെ പശു നമ്മുടെ ക്ഷീരഗ്രാമം പദ്ധതി നമുക്ക് ഈ വർഷം കിട്ടിയിരുന്നു.
ആ ക്ഷീരഗ്രാമം പദ്ധതിയിൽ നമ്മൾ വനിതകൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതി ഒരു 10 ലക്ഷം രൂപ ഡിപ്പാർട്ട്മെന്റ് വെച്ചു. അവര് വിവിധ പദ്ധതികള്, നമ്മുടെ പദ്ധതികൾ ഒരു 10 ലക്ഷം രൂപ പഞ്ചായത്ത് വെച്ചു. ക്ഷീരഗ്രാമത്തില് 23 പേർക്ക് നമ്മൾ കറവ പശുവിനെ നമ്മൾ വിതരണം ചെയ്തു. വനിതകൾക്കാണ് നമ്മൾ അതിൽ പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ 2 കിടാരികളെ, ഗർഭിണിയായിട്ടുള്ള കിടാരികളെ വിതരണം ചെയ്തു. അതുപോലെ വളക്കുഴി ഉണ്ടാക്കുന്നതിന്, മൂത്രത്തൊട്ടി ഉണ്ടാക്കുന്നതിന് ഒക്കെയുള്ള ധനസഹായം ഡിപ്പാർട്ട്മെന്റ് തലത്തില് ഡിപ്പാർട്ട്മെന്റും ഒരുപാട് ആൾക്ക്, അതായത് നമ്മുടെ ഒരു ക്ഷീര കർഷകന് പോലും ഈ ക്ഷീരഗ്രാമം പദ്ധതി കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാ ക്ഷീര കർഷകർക്കും തീർച്ചയായിട്ടും വിവിധ ഒന്നല്ലെങ്കിൽ മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഭാവി വികസന പദ്ധതികൾ പറയാച്ചാൽ ഞങ്ങളൊരു 18 പേർക്ക് നമ്മൾ വീട് കൊടുക്കണം. ഞങ്ങൾ 18 വാർഡാണുള്ളത്. അപ്പൊ ഓരോ വാർഡിൽ നിന്ന് ഓരോരുത്തർ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ലൈഫ് ലിസ്റ്റ് നോക്കിയിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലൈഫ് ലിസ്റ്റ് നോക്കിയിട്ട് ഒരു 18 പേർക്ക് നമ്മൾ ഭൂമി വാങ്ങാനുള്ള സംഖ്യ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഭൂമി വാങ്ങി ഒരു 18 പേർക്ക് അതിൽ ഫ്ലാറ്റ് പണിത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആഗ്രഹം. അതാണ്, അതിന് നമ്മൾ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 116 പേർക്ക് നമ്മൾ ലൈഫിൽ വീട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് കൂടാതെ തന്നെ നമ്മൾ ഈ വർഷം 2025-26 3.5 കോടി രൂപയാണ് നമ്മൾ ഭവന നിർമ്മാണത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ഭൂമി വാങ്ങാനായിട്ട് ഒരു 42.5 ലക്ഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ വീട് കൊടുക്കുക, എത്രയും പേർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. 2017-ലും 2020-ലുമാണ് ലൈഫിന്റെ അപേക്ഷ സ്വീകരിച്ചത്. ധാരാളം ആളുകൾ വീട് കിട്ടാതെ ഇനിയും പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവര് പഞ്ചായത്തിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഇനി കോൾ ഫോർ ചെയ്യുക, ലൈഫിന്റെ പദ്ധതിയിലേക്ക് എന്നാണ് കോൾ ഫോർ ചെയ്യുക എന്ന് കൂടി അവര് ചോദിക്കുന്നുണ്ട്. ആ ഒരു വിവരം കൂടി ഞാനിവിടെ പറയാണ്. ധാരാളം ആളുകൾ വീടില്ലാത്തവരുണ്ട്. 428 പേർക്ക് നമ്മൾ വീട് റിപ്പയറിങ്ങിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. 428 പേർക്ക് 75,000 വെച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതും കോടിക്കണക്കിന് രൂപ, നമുക്ക് ഒരു 3 കോടിയോളം രൂപ അതിനായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഗ്രൗണ്ടില് നമുക്കൊരു സ്റ്റേഡിയം പണിയാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം. അത് നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള മത്സരങ്ങൾ നടത്താൻ പറ്റിയ ഒരു സ്റ്റേഡിയം അവിടെ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ തീർച്ചയായിട്ടും വലിയൊരു തൃശൂർ സ്വപ്നമാണ്. ജില്ലയിലെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷാദേവി പങ്കുവച്ചത്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ മേഖലയ്ക്കും കായിക മേഖലയ്ക്കടക്കം പ്രത്യേകം ഊന്നൽ നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി കെ ഉഷാദേവി.